ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പോകുന്നത് ഒരു സ്പെഷ്യലായിട്ടൊരു സ്ഥലത്തേക്കാണ്. കോയമ്പത്തൂരുള്ള ഇഷ യോഗ സെൻറ്ററിലേക്കാണ്. അഥവാ നമ്മുടെ ആദിയോഗീനെ കാണാനായിട്ടുള്ള ഒരു യാത്രയുടെ ഒരു ചെറിയ വ്ലോഗാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 3.5-4 മണിക്കൂർ അടുപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ഇവിടെ തൃശ്ശൂരിൽ നിന്ന് കുറച്ചും കൂടി പോരണം, ആമ്പല്ലൂരിൽ നിന്ന് പറയും. അവിടെ നിന്ന് നമുക്ക് ഏകദേശം ഇത്രത്തോളം ദൂരമുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ വന്ന് ആദ്യം തന്നെ നമ്മൾ യോഗ സെൻറ്ററിലേക്കാണ് കടന്നത്. അതിൻ്റെ ഉള്ളിൽ വീഡിയോസ് ഒന്നും അലൗഡ് അല്ല, ഫോണൊന്നും അലൗഡ് അല്ല. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ പുറത്തത്തെ ഭാഗം മാത്രമേ കിട്ടുകയുള്ളൂ. അവിടെ ഏകദേശം ഒരു 3 മണിക്കൂറോളം നമ്മൾ സ്പെൻഡ് ചെയ്തതിന് ശേഷം വൈകുന്നേരം ഒരു 5-5:30 കൂടിയിട്ടാണ് നമ്മൾ ആദിയോഗിയുടെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ ചുറ്റും നടന്ന് കാണാം കേട്ടോ. അപ്പോൾ അടിപൊളിയാണ്. ആ ശിവൻ്റെ ഇത് തന്നെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സ് ഇങ്ങോട്ട് നിറയും. അപ്പോൾ നമുക്ക് ചുറ്റും നടന്ന് കാണാം. പിന്നീട് ഏകദേശം ഒരു 7:30-7:15 ആ ഒരു ടൈമോട് കൂടിയിട്ടാണ് നമ്മുടെ ഇവിടുത്തെ ആദിയോഗിയുടെ ലൈറ്റിങ് തുടങ്ങും. അത് കാണാനായിട്ട് അടിപൊളിയാണ്. നിങ്ങളാരും മിസ് ചെയ്യരുത്. ഒരു വട്ടെങ്കിലും നമ്മൾ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മളിത് ചുറ്റി നടന്ന് ഒക്കെ കണ്ട് കഴിയുമ്പോഴേക്കും തന്നേക്കും ലൈറ്റിംഗ് ഒക്കെ തുടങ്ങും. അപ്പോൾ ഈ ശിവൻ്റെ പ്രതിമ എന്ന് പറയുന്നത് 112 അടി ഹൈറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. അത് നമ്മുടെ എന്തോ ലൈഫിലെ 112 വഴികളെ കാണിക്കുന്നതിൻ്റെ പ്രതീകമായിട്ടാണെന്നാണ് ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ കിട്ടിയത്. അപ്പോൾ നമ്മൾ ലൈറ്റിംഗ് തുടങ്ങുമ്പോൾ തന്നെ അടിപൊളി വ്യൂ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ അധികം ആൾക്കാരൊന്നും ഉണ്ടായില്ല. പിന്നീട് കുറച്ച് ലൈറ്റിങ്ങിൻ്റെ ടൈം ആയപ്പോഴേക്കും അവിടെ നിറച്ച ആൾക്കാരായിട്ടോ. കണ്ടില്ല, ഇതിൻ്റെ ഫ്രണ്ടിലൊക്കെ എല്ലാവരും ഫോണിൻ്റെ ക്യാമറ ഓണാക്കി വെച്ചിരിക്കുന്നത്. അത്ര അധികം ജനങ്ങളാണ്. അപ്പോൾ നമുക്ക് അവിടെ അതിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കാം. അപ്പോൾ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല സുഖമായിട്ട് കാണാം. ഇതിൻ്റെ കൂടെ ലൈറ്റിങ്ങിൻ്റെ കൂടെ തന്നെ അവർ ശിവൻ്റെ ഭക്തിയോട് കൂടിയിട്ടുള്ളൊരു മ്യൂസിക്കൊക്കെ ഇടും. അതും ഈ ലൈറ്റിങ്ങും ശിവനെല്ലാം കൂടി കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു ഫീലാണ് കേട്ടോ നമുക്ക് കിട്ടുക. അപ്പോൾ ഈ ലൈറ്റിങ്ങിൽ കാണിക്കുന്നത് ശിവൻ്റെ താണ്ഡവം, അതുപോലെ തന്നെ കഴുത്തിലൂടെ പാമ്പ് പോകുന്നത്, അതുപോലെ ശിവപാർവതി അർദ്ധനാരീശ്വരനെയൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്കിതൊക്കെ കാണുമ്പോൾ ഭയങ്കര ത്രില്ലിംഗ് ആയിട്ട് തോന്നും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വീഡിയോ ഒന്നും എടുക്കാനല്ല, നമ്മുടെ ഒറിജിനൽ നമുക്ക് ഡയറക്റ്റ് കാണാനായിട്ട് നമുക്ക് തോന്നാം. അതുകൊണ്ട് തന്നെ കുറേ ഇതിൽ ഏകദേശം ഒരു 1/4-3 മണിക്കൂറോളം ഉണ്ട് ഈ ലൈറ്റിങ്. അപ്പോൾ മുഴുവനായിട്ടൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം ഈ ഫോണും പിടിച്ചിരിക്കുമ്പോൾ നമുക്ക് നേരിട്ട് കാണുന്ന ഒരു ഫീൽ അങ്ങോട്ട് പോവാണല്ലോ. അതുകൊണ്ട് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം കുറച്ച് ഭാഗങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. എന്തായാലും അടിപൊളിയാണ്. ഒരു വട്ടമെങ്കിലും നമ്മൾ ലൈഫിലൊന്ന് പോയി കാണേണ്ട ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വീണ്ടും പോകാനായിട്ട് തോന്നുന്ന ഒരു രീതിയാണ്. അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ എപ്പോഴെങ്കിലും ഒരു സാഹചര്യം സന്ദർഭമൊക്കെ ഒത്തു വരുമ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് പോവുക, ഇതൊക്കെ ഒന്ന് കാണുക, ലൈഫൊക്കെ അടിച്ച് പൊളിക്കുക. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഈ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പോരുകയാണ്. അപ്പോൾ നല്ല തിരക്കൊക്കെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് പോവുക. ഓക്കെ, താങ്ക് യു.